ഇപ്പോൾ ഉമ്മ ഉപ്പാനോട് ദേഷ്യം പിടിക്കുന്നതൊന്നും കുട്ടികൾ കാണാൻ പാടില്ല. അഥവാ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂൾ പോയി 10 മണി കഴിഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിൽ പോവുക, ദേഷ്യം പിടിച്ചിട്ട് ഒരു 3:30-3:45 പുറത്തിറങ്ങാം. എന്നിട്ട് മക്കളെ രണ്ടാളും കൂടി സ്വീകരിക്കാം. എന്തെല്ലാം നോക്കട്ടെ. ഇനി ദേഷ്യം പിടിക്കണമെങ്കിൽ പിറ്റേന്ന് സ്കൂളില്ലാത്ത ദിവസം ദേഷ്യം പിടിക്കാതിരിക്കാം. തമാശയിലൂടെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങളോട് എന്ന് പറഞ്ഞാൽ മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും പറയരുത്. ഹുസ്നുൽ ഖുൽഖ് നമുക്കുണ്ടാവണം. അർശിന്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗമാണ് സൽസ്വഭാവികൾ. സൽസ്വഭാവികൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത, സൽസ്വഭാവം എന്ന് പറയുന്ന നന്മ മീസാനിൽ വെച്ചാൽ അതിന് വലിയ ഭാരമായിരിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർക്ക് കുറേ ഇബാദത്ത് ഉണ്ടാവും, പക്ഷേ ഭയങ്കര ചൂടനായിരിക്കും. ചൂടെന്ന് പറഞ്ഞ പേരും ചൂടൻ. അയാൾ ഒരു മീറ്റിങ്ങിനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും മുട്ട് വേർക്കും. അയാൾ വരുമ്പം തന്നെ ഭാര്യക്കൊക്കെ പേടിയാവും, അല്ല പുലി വരുന്നുണ്ടല്ല, നാസ്തായിട്ടില്ലല്ല. അതിന് മൂപ്പര് അഭിമാനത്തോടെ പറയുകയും ചെയ്യും, ഞാൻ ക്ലാസ്സിൽ കയറിയാൽ പിള്ളേർ വിറക്കും, ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ അതൊരു പെരുമ്പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ എല്ലാവരും പിള്ളേരെല്ലാം വറക്കൂലേ. അങ്ങനെയൊന്നും ആവാൻ പറ്റും. ഇസ്ലാം പറയുന്നുണ്ടല്ലോ വളരെ മനോഹരമായി, ഫൈലുൽ ഖദീറിലും തൈസീറിലും തുഹ്ഫത്തുൽ ഇബാദിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഇസ്ലാമിലെ ഏറ്റവും മോശം ആള് ആരാണ്, ഏറ്റവും നല്ല ആൾ ആരാണ് എന്ന് വിലയിരുത്തുന്ന ഒരു ചർച്ചയുണ്ട് കിതാബിൽ. ഏറ്റവും നല്ല ആൾ ഇസ്ലാമിൽ ഭാര്യയോട് മക്കളോടൊക്കെ നല്ല സ്വഭാവമുള്ള ആള്. ഏറ്റവും മോശമായ ആൾ ആരാ ഇസ്ലാമില്? കുടുംബക്കാരൊക്കെ ഒന്നിച്ചിരുന്ന് നല്ല രസത്തിൽ ചിരിച്ച് തമാശയൊക്കെ പറയുമ്പോൾ ഇയാൾ വരുമ്പോൾ തന്നെ അവരുടെ ചിരി മൊത്തം സ്റ്റോപ്പായി, പേടിയായി. അയാളാണ് ഏറ്റവും മോശമുള്ളത്. അങ്ങനെ ആരെങ്കിലും നമ്മളെ സദസ്സിലുണ്ടെങ്കിൽ ആ സ്വഭാവം അങ്ങോട്ട് മാറണം. ഞാൻ വരാന്തയിലൂടെ നടന്നാ മതി. എന്ത് 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 എന്താ ഈ പറയണത്? ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മളെ സ്വഭാവം നല്ല സ്വഭാവമാക്കുക. നമ്മളെ മക്കളെ സ്വഭാവം നല്ല സ്വഭാവമാവും. അതാണ് ആദ്യം വേണ്ടത്. രണ്ടാമത്തത് ഇമാമിന്റെ ഇബാറത്തിന്റെ നേരെ പതിപ്പാണിത്. മോശം കൂട്ടുകാരിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തണം, സംരക്ഷിക്കണം. കാരണം അൽ മർഉ അലാ ദീനി ഖലീലി, കൂട്ടുകാരടുത്തു നിന്നാണ് എല്ലാ മക്കളും പഠിക്കല്. അപ്പൊ ഏത് ക്യാമ്പസിലാണ് പറഞ്ഞേക്കേണ്ടത് എന്ന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. വെക്കേഷനാ, നമ്മളെ മക്കളെ എവിടെയാണ് കൊണ്ടുവിടേണ്ടത് എന്ന് നമുക്കൊരു നിലപാടുണ്ടാവണം. നമ്മളെ മക്കൾ ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് അതിനനുസരിച്ച് നന്നാവും ചെയ്യും, മോശവും ചെയ്യും. അനിൽ മർഇല തസ്അൽ ഫസല്ലൻ ഖരീനിഹി എന്നാണല്ലോ. എന്താ അങ്ങനെ പറഞ്ഞാല്, നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ അയാൾ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ അയാളെ കൂട്ടുകാരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മതി. നിങ്ങളെ മകൾക്ക് ഒരു ഭർത്താവിനെടുക്കണം, അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ചെറുക്കൻ്റെ പേര് ഫവാദ് എന്നോ ഫയാസ് എന്നോ അല്ലെങ്കിൽ റിയാസ് എന്നോ ഒക്കെ ആയിരിക്കും. അവൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഫസല്ലൻ ഖരീനിഹി, അവൻ്റെ കൂട്ടുകാരെ കുറിച്ച് ചോദിക്കുക. അവൻ്റെ കൂട്ടുകാരൊക്കെയാണ്? കുറെ ബിദ്അത്തുകാരാണ്. പോയി പല നല്ല നല്ല കുട്ടികളും എന്തുകൊണ്ടാണ് മോശം ലോകത്തേക്ക് പോകുന്നത്? ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോൾ ഷിർക്കാലുണ്ടല്ലോ ചിലയാൾക്ക്. എന്തുകൊണ്ടാ? റൂമിൽ 2 വഹാബികളുണ്ട്, അതിൻ്റെ കാരണം. അല്ലാതെ ദോഹ എയർപോർട്ടിൽ നിന്ന് ജിബിരിയിലുമായി 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ല, അത് കിട്ടിയിട്ടാണോ? അല്ല, സംഭവം അല്ല. 2 കൂട്ടുകാർ സ്വീപ്പാക്കി. ചില ആൾക്കാർക്കുണ്ടല്ലോ പെട്ടെന്നൊരു കള്ളത്തൊരീക്കത്തൊക്കെ വരിക, പുതിയ തൊരീക്കത്ത്. ഞാനിപ്പോൾ അടുത്ത് ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഭയങ്കര മുടിയൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ മൊത്തം എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം, ഷെയ്ഖില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയണം. ഉസ്താദായിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഉസ്താദ് ആഖിറത്തിൽ കൊടുക്കും, വലിയ കുറ്റക്കാരനാവും. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയും ഇൽമുണ്ടെങ്കിൽ നീ എന്നെ വയത് പറഞ്ഞൂടെ? വെറുതെ ഓരോരുത്തരെ സ്വീപ്പാക്കാൻ. കണ്ടോ? അങ്ങനെ കുറേ വാദങ്ങളുമായി സാധാരണക്കാർ ഇതുവരെ വിശ്വസിച്ച രീതിയും നടപ്പിലാക്കിയ രീതിയും അബദ്ധമാണെന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള കുറേ വാദങ്ങൾ എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരിലും ചെറുപ്പക്കാരികളിലും വന്നുപെടുന്നത്? അവരുടെ കൂട്ടുകാർ മോശക്കാരാകുന്നുണ്ടാണ്.
അപ്പൊ നമ്മളെ മക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാവുക, നമ്മളെ മക്കൾ ദീനിന്റെ ചിട്ടയിലുള്ള കൂട്ടുകാരുടെ കൂടെയാവുക, എങ്കിൽ നമ്മളെ മക്കൾ നന്നായി കിട്ടും. മൂന്നാമത്തത് വലാ യുഅവ്വിദുഹു തനഉമ വതസയ്യുന. ഇത് വളരെ പ്രധാനമാണ് പുതിയ കാലത്ത് പ്രത്യേകിച്ചും. കുട്ടികൾക്ക് ഒരിക്കലും പ്രൗഢിയും പത്രാസും പഠിപ്പിച്ചു കൊടുക്കരുത്. മുന്തിയ ഇനം മാത്രം വസ്ത്രം, മുന്തിയ ഇനം ഫുഡ്, എല്ലാം മുന്തിയത് മാത്രം എടുത്തു കൊടുത്ത് പഠിപ്പിച്ചാൽ ആ കുട്ടി മോശാവും. നോക്കണം, عن معاذ بن جبل رضي الله عنه أن رسول الله صلى الله عليه وسلم لما بعث به إلى اليمن قال إياي والتنعم فإن عباد الله ليسوا بالمتنعمين. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, അള്ളാഹുവിന്റെ ഒറിജിനൽ അടിമകൾ മുആദേ സുഖലോലുപതയിൽ ജീവിക്കുന്നവരല്ല. അങ്ങനെ നമ്മളെ മക്കളെ പരിശീലിപ്പിക്കരുത്. ഞാൻ എൻ്റെ മക്കൾക്ക് മുന്തിയത് മാത്രമേ എടുത്തു കൊടുക്കുള്ളൂ. സദാ ഈ പെരുന്നാൾക്ക് പള്ളിയിൽ പോകുമ്പോൾ ഒരു ഡ്രസ്സ്, പിന്നെ വേറൊരു ഡ്രസ്സ്, പിന്നെ ഇന്നൊരു കല്യാണം ഉണ്ടാവും, എല്ലാവരും പച്ച, നാളെ എല്ലാവരും ചുവന്നത്, മറ്റന്നാൾ എല്ലാവരും യെല്ലോ. ഇങ്ങനെ മുന്തിയത് മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ ഈ കുട്ടി ഞങ്ങളെ എന്ത് കിതാബ് ഓതിപ്പിച്ചാലും കുട്ടി നന്നായി കിട്ടൂല. കാരണം ആ കുട്ടി ദുനിയാവിൻ്റെ ആളായി മാറും. പഠിച്ചു വെച്ചോ, ആ കുട്ടി ദുനിയാവിൻ്റെ ആളാവും. ആ കുട്ടിക്ക് ഒരു ലളിത ജീവിതം ഇനി ജീവിക്കാൻ കഴിയൂല. കാരണം എന്തുകൊണ്ട്? ആ കുട്ടി വലിയ ലോകത്ത് മാത്രം ജീവിച്ചു പോയി. അതൊരിക്കലും സംഭവിക്കരുത്. മുന്തിയ വണ്ടി, മുന്തിയ ഫോണ്, മുന്തിയ വസ്ത്രം, മുന്തിയ വീട്, മുന്തിയത് ഇങ്ങനെ കുട്ടികളെ പരിശീലിപ്പിച്ചാൽ ആ കുട്ടികൾ നന്നായി കിട്ടൂലെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിക്ക് എന്താ പഠിപ്പിച്ചു കൊടുക്കുക? വാപ്പ കൈനോക്ക് പൊട്ടിയിട്ടുണ്ട് അടുക്കള പണിയെടുത്തിട്ട്, ഒരടിമയെ തരാവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ സൗകര്യം കഴിവൊക്കെ ഉണ്ട്. എന്നിട്ടും മോള് 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് 34 അല്ലാഹു അക്ബർ ഉറങ്ങാൻ നേരത്ത് ചൊല്ലിക്കൊളി എന്നാ പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹിന്റെ മക്കളെയും പേരക്കുട്ടികളൊക്കെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും തങ്ങൾ എന്താ കൊടുത്തത്? ആഖിറ കൊടുത്തത്, ദുനിയാവല്ല. അത് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാ സർവമഹാന്മാരും മഹബത്തിനെ കുറിച്ച് കിതാബ് എഴുതുമ്പോൾ അവർ പറഞ്ഞു, മഹബത്തിന് ധാരാളം അടയാളമുണ്ട്. സ്വലാത്തല്ലല്, ഖുർആൻ ഓതല്, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കല്, മദീനയിലെത്താൻ ആഗ്രഹിക്കല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലെടുക്കല്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവരെത്തും. എന്താ എത്തല്? അലമുഹ വ അജല്ലുഹ. ഏത് അടയാളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ദുനിയാവിനോട് ഇഷ്ടമില്ലാതിരിക്കലാണ്. ഇപ്പൊ എല്ലാവരും മഹബത്ത് നമുക്ക് സ്വന്തം ഉണ്ട് എന്ന് വാദിക്കുന്ന ആഷിക്കും ആഷിക്കാത്താവുന്ന കാല. മൻ കദബ അലയ്യ മുതഅമ്മിദൻ, എന്റെ പേരിൽ കള പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഹദീസിലെ ഹർക്കത്ത് തെറ്റിയാൽ തന്നെ അതിൽ പെടുന്ന മഹാന്മാർ പറഞ്ഞത്. എന്നിട്ടല്ലേ ഈ കള്ള മഹബത്തിന്റെ വാദങ്ങളൊക്കെ. എല്ലാവർക്കും മഹബത്തുണ്ട് എന്ന് വാദങ്ങൾ ഇങ്ങനെ വാദിക്കൊണ്ടിരിക്കുക. അയാൾ ഭയങ്കര പ്രവാചക സ്നേഹിയാണ്. എനിക്കറിയോ അയാൾക്ക് പ്രവാചക സ്നേഹം ഉണ്ടോ ഇല്ലയോ? ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് എനിക്ക് ഭയങ്കര മഹബത്താണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ മഹബത്ത് എന്ന് പറയുന്ന ഈ ബാത്ത് ഖൽബിയായ ബാത്തല്ലേ? അത് നമുക്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? നമ്മുടെ മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ എങ്ങനെ വളർത്തിയത് എന്ന് പഠിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് വളർത്തുക. കുട്ടികൾക്ക് ഒരിക്കലും പ്രൗഢിയും പത്രാസും വലിപ്പം ഉണ്ടാക്കി കൊടുക്കരുത്. അത് കൊടുക്കാത്തതുകൊണ്ട് പല സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന ഹാജിയാമാരുടെ മക്കൾ, ആ ഹാജിയാമാര് മരിച്ചു കഴിഞ്ഞാൽ മക്കള് അഥവാ സഹായിച്ചാൽ തന്നെയും അതിൻ്റെ ഒരു ഹുങ്ക് കാണിക്കുന്ന എന്തുകൊണ്ടാ? അത് താഴോട്ടേക്ക് ഇറങ്ങാൻ ആ കുട്ടികൾക്ക് ഉപ്പ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതാണ് പ്രശ്നം. അവർ ചിലപ്പോൾ 2 തക്കാഫുലിന്റെ ക്യാഷൊക്കെ ഏൽപ്പിക്കും. റിസിപ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി. ഭയങ്കര സംസാരിക്കും, ഒരു രക്ഷയില്ലാത്ത. ആ ഗേറ്റ് കീപ്പറായ വയസ്സം കാക്കനോട് ചൂടാവും ചെയ്യും. എന്താ മനുഷ്യരുടെ സമയമായില്ലേ എന്ന് പറഞ്ഞ് ചൂടാവും ചെയ്യും.
ഇസ്ലാമിലെ എമ്പതി മാത്രം, സിമ്പതിയും എമ്പതി രണ്ടും പാടമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇൻ. അതിന് പറയുന്നുണ്ടല്ലോ, മുസ്നദ് അഹ്മദിലും സ്വഹീഹ് ഇബ്നു ഖുസൈമയിലൊക്കെ കാണാം, അമറനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനൂബി മിൻഹും. മോനെ അബൂദർറെ, പാവങ്ങളെ നല്ലോണം സ്നേഹിക്കണം, പാവങ്ങളുടെ കൂടെ ഇരിക്കും വേണം. പാവങ്ങളെ സ്നേഹിക്കൽ ചിലപ്പോൾ എല്ലാവർക്കും നടക്കുമായിരിക്കും. പാവങ്ങളുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് മനസ്സിൽ താഴ്മയുള്ളവർക്കേ നടക്കുള്ളൂ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്, എല്ലാ മഹാന്മാരുടെ പ്രത്യേകത തന്നെ. പിന്നെ കിതാബിൽ നിന്ന് 1-2 മഹാന്മാരെ ഉദ്ധരിക്കുന്നു എന്ന് മാത്രം. അലി റളിയല്ലാഹു അൻഹു ആര് പാവപ്പെട്ടവരാര് ക്ഷണിച്ചാലും സദ്യക്ക് പോകും. ഒന്നും ഉണ്ടാവില്ല ആ വീട്ടിൽ, ഉള്ളത് വെച്ച് കഴിക്കും. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയും, എൻ്റെ വീട്ടിലൊരു സദ്യ നാളെ ഒരുക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും പാടെ വരണം. ആ വീട്ടിലും കാര്യമായിട്ടൊന്നും ഉണ്ടാവുമെന്ന് വെച്ചില്ല, അത് ഉള്ളത് വെച്ച് കൊടുക്കും. ഇത്ര വലിയ രാജാവായിട്ടും സുലൈമാൻ നബി അലൈഹി സ്വലാം പാവങ്ങളുടെ കൂടെ പോയി ഇരിക്കുന്ന ആളാണ്. ഈസാ നബി അലൈഹി സ്വലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പാവങ്ങളുടെ കൂടെ ഇരിക്കലാണ്. അതിനെക്കുറിച്ച് തന്നെ ഒരു കിതാബുണ്ട്, ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മുടെ മക്കൾക്കൊക്കെ അത് നന്നായി പഠിപ്പിച്ചു കൊടുക്കണം.